വചനം വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. എന്റെ വല്യപ്പ, ഈ വയസ്സാങ്കാലത്ത് ഈ മഴയത്ത് ഇറങ്ങി നടക്കേണ്ട വല്ല കാര്യമുണ്ടാ? ഈ വയ്യാത്ത സമയത്ത് ആർക്കാടാ വയ്യാത്തത്? എടാ, വയസ്സും പ്രായമൊക്കെ ശരീരത്തിനേ ഉള്ളൂ. മനസ്സിൽ ചെറുപ്പമുണ്ടെങ്കിൽ ചെറുപ്പത്തിന്റെ ആ ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ശരീരത്തിനും ഉണ്ടാവും. അത് ശരിയാണ്. നിന്നോടതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിതൊക്കെ വന്ന് നോക്കിയില്ലെങ്കിൽ പിന്നെ ഈ കണ്ട മുതലൊക്കെ വന്ന് നോക്കാൻ ആരാ ഉള്ളത്? അതിന് കാര്യസ്ഥനായിട്ട് ഞാനല്ലേ ഇവിടെ. നീ ഉള്ളതിന്റെയൊക്കെ കാണുന്നത്. അതെന്താ വല്യപ്പ അങ്ങനെ പറഞ്ഞത്? പിന്നെ എങ്ങനെ പറയണം? ഈ പറമ്പൊക്കെ ഇങ്ങനെ കാട് കയറി കിടക്കണതും പാടത്ത് വെള്ളം കെട്ടി കിടക്കണതൊക്കെ നിനക്ക് കാണാൻ പാടില്ലേ? അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാണ്? മഴക്കാലത്ത് ഇങ്ങനെ പാടത്ത് വെള്ളം കെട്ടി കിടക്കൂലേ? മഴക്കാലത്ത് പാടത്ത് വെള്ളം കെട്ടും, പക്ഷെ ആ വെള്ളം ചാല് കീറി കളയണം. അതിനെ മേലനങ്ങി പണിയെടുക്കണം. അത് ശരിയാണ്. അല്ലെങ്കിൽ 4 ആളെ നിർത്തി പണിയെടുപ്പിക്കണം. അതും ശരിയാണ്. അല്ല, നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? 4-5 മക്കളുള്ള നിങ്ങൾക്ക് പോലും ഇതിനൊന്നും സമയമില്ല. അവന്മാർക്ക് ഈ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പോയി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു 3 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ? അത് കറക്റ്റാണ്. ആ, പറഞ്ഞിട്ടെന്തിനാ? ഇതൊക്കെ ഇങ്ങനെ കിടന്ന് പോകാനായിരിക്കും വിധി. ഇന്നലെ എന്നെ ഡേവിഡ് സാർ വിളിച്ചിരുന്നു. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. 4 കൊല്ലവും 3 മാസമായി അവനിവിടുന്ന് പോയിട്ട്. കഴിഞ്ഞ 6 മാസം മുമ്പ് വിളിച്ചപ്പോ പറഞ്ഞു ഈ കൊല്ലം നാട്ടിൽ വരണ്ടെന്ന്. എവിടെ? അവന്റെ തിരക്ക് വെച്ച് അതും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അത് ശരിയാണ്. അല്ല, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവന്റെ ബിസിനസ് ഒക്കെ വിട്ട് അവൻ എങ്ങനെ പോരാനാ? പിന്നല്ലാതെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അത് വേണോ? അല്ലെന്ന്, അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരുന്നത് നല്ലത്. വല്യപ്പൻ അങ്ങോട്ട് പോയാ പോരെ? അല്ല, ഞാൻ വെറുതെ എന്ത് വെറുതെ? അല്ല, വല്യപ്പനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വല്യപ്പനെ നോക്കാൻ വേണ്ടി എന്നെ കൂടി കൊണ്ടുപോകല്ലോ. ഈ അമേരിക്ക ഒന്ന് കാണണമെന്നേ കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. റെക്സ്മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോകണമെന്ന്. ദേ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ റെക്സ്മോനല്ലേ? കൂടെ ആരും ഉണ്ടല്ലോ വല്യപ്പ. എന്തൊക്കെയുണ്ട് ജോസഫേട്ടാ? ആ, നല്ലത് തന്നെ. അപ്പൂപ്പ ചുമ്മാ നടക്കാറിങ്ങിയതാ? നീ എന്താടാ ഈ നേരത്ത് ഒന്ന് വിളിച്ചു പറയാതെ? ചുമ്മാ, എനിക്ക് എന്റെ അപ്പൂപ്പനെ കാണാൻ വരാൻ പാടില്ലേ? സാമൂലെ, ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ അപ്പൂപ്പൻ, ദി ഓൾഡ് ജെന്റിൽമാൻ. സംഗതി പഴയ സ്കൂൾ മാഷ, പക്ഷേ ദേ ലോകത്തുള്ള സകല യൂണിവേഴ്സിറ്റികളുടെയും ഇൻഫർമേഷൻ സെന്റർ അതേ തല. ഇന്നലെ രാത്രി നീ 1 മണി വരെ ഓൺലൈനിൽ ഉണ്ടായിരുന്നല്ലോ. അല്ല, അപ്പൊ അപ്പൂപ്പന് ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് ഉണ്ടോ? നീ എന്താ വിചാരിച്ചത്? ദേ, ഇത് ആൾ ഓൾഡ് ആണെങ്കിലും ദേ സംഗതി ന്യൂ ജനറേഷനാ. ഇവൻ ചുമ്മാ കളിയാക്കുന്ന മോനെ. എന്തായിരുന്നടാ 1 മണി വരെ ഓൺലൈനില്? എന്റെ അപ്പൂപ്പ, ഞാൻ വെക്കേഷന് വന്നതീ പിന്നെ US-ലുള്ള എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് ചാറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നതാ. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. സംഗതി ഒരു പരിധി വരെ ഫേസ്ബുക്ക് ഒക്കെ നല്ലതാ, പക്ഷെ അതിനുണ്ടല്ലോ കുറെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും.
എന്തു സംഭവമായാലും നല്ലത് ചിന്തിച്ച് നല്ലപോലെ പ്രവർത്തിച്ചാലേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവൂ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. സങ്കീർത്തനങ്ങൾ 128 അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓ മനസ്സിലായേ. അല്ല, ഈ 1 മണി വരെ അപ്പൂപ്പൻ എന്താ പരിപാടി ഫേസ്ബുക്കില്? ഡാ, എൻ്റെ ഒരു പഴയ സ്റ്റുഡന്റ് ഒരു ജോൺ ജോസഫ്, അവനിപ്പോ USA പ്രൊഫസറാ. അവൻ ഹ്യൂമൻ സൈക്കോളജിയിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്. അവൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോ ഞങ്ങൾ അല്പനേരം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അത്രേ ഉള്ളൂ. അല്ലാതെ പാതിരാത്രി വരെ ഫേസ്ബുക്കിലൊക്കെ ഇരിക്കാൻ നിങ്ങളെപ്പോലെ എനിക്ക് ഫേസ്ബുക്ക് മാനിയൊന്നുമില്ല. അതെ, ഞാനും ഒരു അക്കൗണ്ട് ഫേസ്ബുക്കിൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. ലക്ഷ്മോനെ, അതിന് ഏത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങേണ്ടത്? എന്റെ ജോസഫേട്ടാ, ഇത് നമ്മൾ ബാങ്കിൽ തുടങ്ങുന്ന അക്കൗണ്ട് ഒന്നും അല്ല. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതേ കമ്പ്യൂട്ടറിലാ. അതെ, അത് ഉപയോഗിക്കുന്നതും കമ്പ്യൂട്ടറിൽ തന്നെ. മനസ്സിലായോ? ആണല്ലേ? അതാണല്ലേ വല്യപ്പൻ ഇങ്ങനെ ഇടക്കിടക്കേ ലാസ്കോപ്പിന് നോക്കിയിരിക്കണേ ഞാൻ കണ്ടിട്ടില്ല. ലാപ്ടോപ്പ് അല്ല, ലാപ്ടോപ്പ്. അങ്ങനെയാ? എടാ ജോസഫേ, നീയൊന്നും മിണ്ടാതിരിക്കാൻ ഞാൻ നിനക്ക് എന്താ തരേണ്ടത്? ജോസഫേട്ടാ, ഇങ്ങനെ നോക്കിക്കാതെ ഇവനെ കൊണ്ട് നമ്മളെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ആ മോനെ, നമുക്ക് ശരി. ആ ഭാഗത്തേക്ക് പോവാം. ചേട്ടാ, പാടത്തിനപ്പുറം കാണുന്ന പ്രോപ്പർട്ടി നമ്മുടെ തന്നെ. അപ്പൂപ്പ, ഉം. ഞാനിപ്പോ വന്നതേ അപ്പൂപ്പനോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. എനിക്ക് മനസ്സിലായി. ഒരു കാര്യമില്ലാതെ നീ ഇങ്ങോട്ട് വരില്ല. നീ കാര്യം പറ. അത് പിന്നെ ഈ സാമുവലിന്റെ കാര്യം. എനിക്ക് തോന്നി ആളല്പം ടെൻസ്ഡാ അല്ലേ? അപ്പൂപ്പ, ഇവനും ഇവന്റെ അപ്പനും തമ്മില് ചെറിയൊരു പ്രശ്നം. ആ ചെറിയ പ്രശ്നം ഇപ്പൊ വലുതായി കയ്യാങ്കളി വരെ എത്തി നിൽക്കുക. അവനിത് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അപ്പൂപ്പൻ വിചാരിച്ച ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുന്നു. അതുകൊണ്ടാ ഞാൻ ഇവനെ കൂട്ടി ഇങ്ങോട്ട് പോകുന്നത്. നീ ചുമ്മാ വളച്ചേട്ടാതെ കാര്യം പറ. അതായത് ഇവനും ഞാനും ഇവിടെ ഒരുമിച്ച് ഡിഗ്രി ചെയ്തതാ. കോഴ്സ് കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം പല സ്ഥലങ്ങളിലേക്ക് ഹയർ സ്റ്റഡീസിന് പോയി. ഞാൻ MBA ചെയ്യാൻ വേണ്ടി US പോയി. ഇവന്റെ ആഗ്രഹം US എന്റെ കൂടെ MBA ചെയ്യണമെന്നായിരുന്നു. പക്ഷേ അന്ന് അവന്റെ അപ്പൻ അതിന് സമ്മതിച്ചില്ല. അന്ന് അവൻ അപ്പം പറയുന്നത് കേട്ട് അവന്റെ 1 വർഷം പോയി. പക്ഷേ ഈ വർഷം അവൻ എന്ത് വന്നാലും MBA ചെയ്യണമെന്ന ആഗ്രഹം. പക്ഷേ അവന്റെ അപ്പൻ ഇപ്പോഴും സമ്മതിക്കുന്നില്ല. അവന്റെ അപ്പൻ ഇവിടെ കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പഠിക്കണ്ട, അതൊക്കെ നോക്കിയെടുത്തി അവനോട് ഇവിടെ തന്നെ നിന്നാ മതി എന്നാ അവന്റെ അപ്പൻ പറയണേ. അവനാണെങ്കിൽ അതിലോട്ട് താല്പര്യമില്ലതാണ്. ഇതും പറഞ്ഞ് അവൻ അപ്പനായിട്ടൊന്ന് തെറ്റി. എന്തോ പറഞ്ഞ ദേഷ്യത്തില് അപ്പൻ അവനെ പിടിച്ച് തല്ലുകയും ചെയ്തു. അന്ന് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. വീട്ടുകാര് മുഴുവൻ അവനെ തെരഞ്ഞു നടക്കുക. എന്താ അയാളുടെ പേരെന്ന് പറഞ്ഞത്? സാമുവൽ. ആലുവയ്ക്കടുത്ത വീട്. നീ അയാളെ ഇങ്ങോട്ട് വിളിച്ചേ. സാമുവലെ, വാ. എന്താടാ? എന്താ മോന്റെ അപ്പന്റെ പേര്? ദേവസീന്നാ. നിങ്ങൾ എത്ര മക്കളാ? ഞാൻ ഒരേ ഒരു മോനേ ഉള്ളൂ. അപ്പോ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ആകെയുള്ളൊരു മോൻ, ജീവിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉള്ളപ്പോ അതെല്ലാം വിട്ട് അപ്പനും അമ്മയും വിട്ട് അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞാ അതവർക്ക് അംഗീകരിക്കാൻ പറ്റിയ കാര്യമാണോ? അപ്പൂപ്പ, എന്റെ ഫ്യൂച്ചർ, എന്റെ കരിയർ, അതൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തന്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്യന് കഴിയുമോ? സുഭാഷിതങ്ങൾ 20 അധ്യായം
24 വാക്യം. US-ൽ നിന്ന് MBA എടുത്ത് അവിടെ തന്നെ നല്ലൊരു ജോലി, അതാണ് എൻ്റെ ഡ്രീം. അതിന് വെറുതെ അമേരിക്കയിൽ പോണം, ഇംഗ്ലണ്ടിൽ പോണം, കൊയിലാണ്ടി പോണം, കൊല്ലത്ത് പോണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ കളിയാക്കുന്നൊരപ്പൻ. അത് എൻ്റെ വാശിയല്ല, എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി എനിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. അതിൽ നിന്ന് വ്യതിചലിക്കാൻ ഞാൻ തയ്യാറല്ല. ചുമ്മാ പാരമ്പര്യമൊക്കെ പറഞ്ഞ് സെന്റിമെന്റ്സ് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞു. മോനെ, നീ ഇപ്പൊ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും നിന്റെ ഭാഗത്തു നിന്ന് മാത്ര. നീ നിന്റെ അപ്പന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കണം. അവർക്ക് നീ അമേരിക്കയിൽ പോകുന്നതും ജോലി ചെയ്യുന്നതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളല്ല. അവരുടെ ആഗ്രഹം നീ എന്നും അവരുടെ കൺവെട്ടത്തുണ്ടാകണമെന്നാണ്, എന്നും നിന്റെ കൂടെ ജീവിക്കണമെന്നാണ്. ആകെയുള്ളൊരു മകനെ പിരിഞ്ഞിരിക്കാൻ ഒരപ്പനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാകില്ല. അല്ല പൂപ്പ, ഞാൻ പറയട്ടെ, നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാകും. നിനക്ക് MBA എടുക്കണം, അത് നിന്റെ ഒരു ആഗ്രഹം. എന്റെ കൊച്ചുമോൻ ഉൾപ്പെടെ നിന്റെ കൂടെ പഠിച്ചവരും നിന്റെ കൂട്ടുകാരും ഒക്കെ ഓരോ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതും അവിടെ ജീവിക്കുന്നതും ഒക്കെ കാണുമ്പോ നിന്റെ മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടാകും. അത് സ്വാഭാവിക. പക്ഷെ നിന്റെ അപ്പനും അമ്മയ്ക്കും നിന്നോടുള്ള സ്നേഹത്തിനു മുമ്പിൽ ഇതൊന്നുമല്ല. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്ക 6-ാം അധ്യായം 45-ാം വാക്യം. നിനക്ക് ഇനി MBA എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നായിക്കൂടെ? അമേരിക്കയിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ MBA ഇവിടെ ഓൺലൈനായിട്ട് പഠിക്കാമല്ലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവനുണ്ടല്ലോ സഹായിക്കാൻ. കൊച്ചിയിലും ചെന്നൈയിലും ഒക്കെ അതിന് എക്സാംസ് എഴുതാനുള്ള സൗകര്യമുണ്ട്. അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഞാൻ പഠിപ്പിച്ചു വിട്ട ഒരുപാട് കുട്ടികള് അവിടെയൊക്കെ ഉണ്ട്. എന്താ? അല്ല പൂപ്പ, അല്ല ഞാനിതെങ്ങനെ എന്റെ അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കണേ? ഇനി അപ്പന്റെ മുന്നിൽ ചെന്ന എനിക്ക് നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അപ്പന്റെ നമ്പറിലൊന്ന് വിളിച്ചിട്ട് ആ ഫോൺ എനിക്കതാ, ഞാൻ സംസാരിക്കാം. അല്ല അത് പിന്നെ നീ വിളിച്ചു കൊടുക്കടാ. ഇതേ എന്റെ അപ്പൂപ്പനാ. ഇന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കും. നീ വിളിച്ചു കൊടുക്ക്. ഹലോ ഹലോ, ദേവസ്യല്ലേ? അതെ, ആരാ? എന്റെ പേര് യാക്കോബ്. എന്റെ കൊച്ചുമോൻ റെക്സ് സാമുവലിന്റെ കൂട്ടുകാരനാ. നിങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന്റെ കാര്യം പറഞ്ഞ് ഒരാള് എന്നെ വിളിച്ചു പോരുത്. അപ്പനോടും അമ്മയോടും സ്നേഹമില്ലാത്ത മക്കളെ പറ്റി നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നേ? ദേവസി, ഞാൻ വിളിച്ചത് ആരെയും കുറ്റപ്പെടുത്താനോ ആർക്കും വേണ്ടി സംസാരിക്കാനോ അല്ല. സാമുവലും എന്റെ കൊച്ചുമോൻ റെക്സും എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് ദേവസിയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതിങ്ങനെ ഫോണിലൂടെ സംസാരിക്കേണ്ടതല്ല. വിരോധമില്ലെങ്കിൽ ഒന്നിവിടം വരെ വരാവോ? അവന്റെ കാര്യത്തിന് എങ്ങോട്ടും ഞാനില്ല. എനിക്കത് സംസാരിക്കാൻ താല്പര്യമില്ല. പ്രായം അല്പം കൂടുതലായതുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാ. എന്നാലും സാരമില്ല, ഒരു പയ്യന്റെ ഭാവിയുടെ കാര്യമല്ലേ. ദേവസ്യ എവിടെയാന്ന് വെച്ചാ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഇത് എവിടെയാ സ്ഥലം? ഞാൻ എന്റെ കൊച്ചുമോന് കൊടുക്കാം, അവൻ പറയൂ അഡ്രസ്. ഹലോ അങ്കിളെ, ഇതേ കാലടി വന്നിട്ട് എല്ലാം ശരിയാകും മോനെ.
ഹാ, എന്തൊരു ചുമയുടെ അത്. നീ വല്ല മരുന്ന് വാങ്ങിക്കേ. മരുന്നൊക്കെ വാങ്ങിച്ചപ്പൂപ്പ. ആ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വണ്ടി നീ വണ്ടി എടുക്ക്. വാടാ ജോസ്പേ. ആ എന്താ ഏട്ടാ, ആരാ വിളിച്ചത്? മോൻ സാമുവൽ, അവ അവന്റെ കൂട്ടുകാരന്റെ അടുത്തുണ്ടെന്ന്. എവിടെ? എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? ചേട്ടൻ അവനെ ഇങ്ങോട്ട് വിളിച്ചില്ലേ? ആ ചെറുക്കന്റെ അപ്പൂപ്പനാ വിളിച്ചത്. അപ്പൂപ്പനോ? അതെന്താ? ഹാ, എന്താ ചേട്ടാ, ഒന്ന് തെളിച്ചു പറ. അവനെ പറ്റി പറയാൻ തന്നെയാ അങ്ങേര് ഇങ്ങോട്ട് വരാന്ന്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു. മോനൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എവിടെ അവരുടെ വീട്? വാ ഏട്ടാ, നമുക്ക് ഉടനെ അങ്ങോട്ട് പോകാം. ഉം. ദേ, ഇനി അവിടെ ചെല്ലുമ്പോ അവനെ വഴക്ക് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കരുത്. നീ എന്തായി പറയണേ? വഴക്ക് പറയേണ്ട സമയത്ത് മാതാപിതാക്കൾ വഴക്ക് പറയണം. അല്ലാതെ നമുക്ക് അവനോട് സ്നേഹമുണ്ടെന്ന് പറയണതിൽ എന്താ അർത്ഥം? സ്നേഹമുള്ള മാതാപിതാക്കളൊക്കെ അവരുടെ മക്കളെ വഴക്ക് പറയുകയാണോ? നീ എന്താ എന്നെ കുറ്റപ്പെടുത്താണോ? ഞാൻ അവനോട് അമേരിക്കയിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ഇത്ര വലിയ തെറ്റാണോ? ഈ നാട്ടില് പെട്ടിക്കടകൾ പോലെ കോളേജുകളിപ്പോ ഈ കണ്ട ദൂരം താണ്ടി കടലും കടന്നുപോയി പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത്രയല്ലേ ഞാൻ പറഞ്ഞോളൂ. അവന്റെ കൂട്ടുകാരില് ഒട്ടുമിക്കവരും വിദേശ രാജ്യങ്ങളിലല്ലേ പഠിക്കാൻ പോയത്. അപ്പൊ അവനും കാണില്ലേ ഏട്ടാ ആഗ്രഹം? ആയിക്കോട്ടെ, നിനക്കും അത് തന്നെ ആഗ്രഹമെങ്കിൽ ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. എന്റെ ആഗ്രഹമല്ല ചേട്ടാ, മോൻ അതാ ആഗ്രഹം എന്നാ ഞാൻ പറഞ്ഞത്. ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകവതിയായി കാണും. അവനെ അഹമതി പൂണ്ട് അവഹേളിക്കുമ്പോൾ അധർമ്മിണിയായി എണ്ണപ്പെടും. ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ്, അവന്റെ ആയുസ് ഇരട്ടിക്കും. പ്രഭാഷകൻ 26-ാം അധ്യായം 26-ാം വാക്യം. വാ, നമുക്ക് അവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന് അവനെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നീ വേണ്ട ഡ്രസ് മാറ്. അത് വലിച്ചിട്ട് നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കുകയല്ല. എല്ലാം നശിച്ചു പോവും. ആ അതാ ഇനി അവിടെ വാ മോനെ. ആ ആ അവിടെ. ഓ, ഇതൊക്കെ ഇടയ്ക്ക് വന്നൊന്ന് നോക്കണ ഇവിടെ. അത് ഞാൻ നോക്കാൻ പറ്റില്ല. ആ അവിടെ അവിടെ മതി മതി, നേരെ വിട്. ആ ഇനി ഇവിടെ നോക്ക്. നമസ്കാരം. ആ നമസ്കാരം. അപ്പൂപ്പ, ആ ഇവര് വീട്ടിലേക്കാ പോന്നെ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. ആ നീ അതവിടെ വെക്ക്. അവിടെ നോക്ക്. പറമ്പിൽ പണിക്കാരുണ്ടായിരുന്നേ, അതുകൊണ്ടാ ഞാനിങ്ങോട്ട് വന്നേ. ഞാൻ ഇറങ്ങിയപ്പോ സാമൂലും എന്റെ കൂടെ വന്നു. അല്ല മോനെ, ഇവര് വന്നപ്പോ നിനക്ക് എന്നെ വിളിച്ചാ മതിയായിരുന്നില്ലേ? ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എന്താ മോനെ നീ കാണിച്ചത്? അന്നേരത്തെ ദേഷ്യത്തിന് അപ്പച്ചൻ അങ്ങനെയെല്ലാം പറയുകയും അടിക്കുകയൊക്കെ ചെയ്തെന്ന് വെച്ച് ഉടനെ നീ വീട് വിട്ടിറങ്ങി പോരുകയാണ് ചെയ്യേണ്ടത്. നീ പോകുന്നതിൽ അപ്പച്ചനും അമ്മച്ചും എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? എന്തായാലും ചെയ്ത് ആ അവര് സംസാരിക്കട്ടെ. വീട് വിട്ടിറങ്ങി പോന്ന മകനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുമ്പോ അവര് സംസാരിക്കാനുണ്ടാവും. അവര് സംസാരിക്കട്ടെ. അവിടെ വീട്ടിൽ വേറെ ആരെയും കണ്ടില്ലല്ലോ. ഇവിടെ അപ്പൂപ്പൻ ഒറ്റയ്ക്കാ താമസം. കൂട്ടിനിതാ ഈ ജോസഫേട്ടൻ. എന്റെ ഭാര്യ സിസിലി മരിച്ചത് പിന്നെ ആ വീട്ടിൽ ഞാൻ എങ്ങും പോയിട്ടില്ല.
എനിക്ക് 5 ആൺമക്കളാ. എന്റെ ഡാഡിയാ മക്കളിലെ ഏറ്റവും മൂത്തത്. ആ, ആ. ഇളയ 4 അങ്കിൾമാരും വിദേശത്താ. റിട്ടയർഡ് ആയ പിന്നെ ഈ പറമ്പും പാടവും ഒക്കെ തന്നെ അപ്പൂപ്പന്റെ വിരഹകേന്ദ്രങ്ങൾ. അല്ല, ഇവിടെ ഇങ്ങനെ നിൽക്കാതെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെ, അവിടെയാണെങ്കിൽ നല്ല ചൂട് ചായ ഉണ്ടാക്കി തരാം. ഞങ്ങൾ ഇവിടുന്ന് തന്നെ അങ്ങ് പോകാം. ഇവരെ വീട്ടിലാക്കിയിട്ട് വൈകിട്ടത്തെ വേണാടിന് എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ളതാ. പിന്നെ അങ്കിളെ, ഇവനെന്താ പറയാനുള്ളതെന്ന് വെച്ചാ? മോനെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാനായിട്ടൊരു തടസ്സം നിൽക്കുന്നില്ല. അതെ മോനെ, നീ പഠിക്കാൻ പോകുന്നോണ്ട് അപ്പച്ചന് ഒരു എതിർപ്പുമില്ല. മോനെ, നീ വീട്ടിലേക്ക് വാ. കണ്ടോ സാമുവൽ, ഈ സ്നേഹം മറന്ന് ഇവിടുന്ന് പോകാൻ കഴിയോ തനിക്ക്? ബന്ധങ്ങൾ ഇടയ്ക്ക് പൊട്ടലും ചീറലും ഒക്കെ ഉണ്ടാവും, അത് സാധാരണ. അതിനൊക്കെ പ്രതിവിധി തല്ലിപ്പിരിഞ്ഞ് വഴക്കിട്ട് പോവുകയല്ല, കാര്യങ്ങൾ അന്യോന്യം പറഞ്ഞ് മനസ്സിലാക്കി ഒത്തൊരുമയിൽ പോകുന്നതാ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തെ അപ്പൻ കളിയാക്കി തടസ്സം പറഞ്ഞപ്പോഴാ ഞാൻ എതിർത്ത് പറഞ്ഞത്. ഇനിയിപ്പൊ അതൊന്നും പറയണ്ട. അപ്പച്ച സമ്മതിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? മാഷേ, ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ആകെ ഉള്ളത് ഇവനൊരുത്തനാ. പിന്നെ മക്കളൊന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് 24 മണിക്കൂറും മക്കള് വീട്ടിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ അവരുടേതായ സ്വാതന്ത്ര്യത്തിന് വിടണം. ദേ, ഇനി തുടങ്ങിക്കോണം. നീ മിണ്ടാതിരി, അവൻ പറയട്ടെ. കേട്ടോ മാഷേ, ഞാൻ ഇവളോട് പോലും പറയാത്തൊരു കാര്യ. ഇവനിവിടെ നാട്ടിൽ തന്നെ വേണമെന്നുള്ളത് എന്റെ നിർബന്ധ ബുദ്ധിയോ വാശിയൊന്നുമല്ല. 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ഞാൻ മരണം വരെ ഇവൻ എന്റെ കൺവെട്ടത്ത് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ മാഷേ? എന്താ ചേട്ടൻ പറഞ്ഞത്? അതെ, ഞാൻ നിന്നോട് മറച്ചു വെച്ചതിൽ എന്നോട് ക്ഷമിക്കുക അലസി. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും എനിക്ക് എന്റെ മകനും ഭാര്യയും കാണണമെന്നേ ഉള്ളൂ. ആ ഒരൊറ്റ കാരണത്താലാണ് ഞാനിവനെ. ഇപ്പോ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയ അതിനേക്കാളൊക്കെ വലുത് ഇവന്റെ ആഗ്രഹവും ഇവന്റെ സന്തോഷമൊക്കെയാ. അപ്പച്ച, ഞാൻ എന്നോട് ക്ഷമിക്കപ്പച്ച. എനിക്ക് എന്റെ അപ്പന്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയാതെ പോയി. മോനെ, എനിക്കൊരു സ്ഥലത്ത് പോകണ്ട. എനിക്ക് എന്റെ അപ്പച്ചന്റെ അപ്പച്ചയുടെ കൂടെ ഇവിടെ ജീവിച്ചാ മതി. എന്നോട് ക്ഷമിക്കപ്പച്ച. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചലഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. പ്രഭാഷകൻ 17-ാം അധ്യായം 24-ാം വാക്യം. നമുക്ക് വീട്ടിൽ പോവാം. അപ്പൂപ്പ, ഞങ്ങൾ പോട്ടെ. റെക്സേ, പോട്ടടാ. ഓക്കെടാ. എന്നാ ശരി മാഷേ. ഇനിയിപ്പോ ഈ സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് ഇവന്റെ ഒരു ചായ കൂടി കുടിച്ചിട്ട് പോയാ മതി. എന്താടാ? ഞാൻ എപ്പോഴേ റെഡി. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.